ഇപ്പോൾ വരുന്ന അതിദാരുണമായ മറ്റൊരു വാർത്തയിലേക്കാണ്. ചോറ്റാനിക്കര പോക്സോ അതിജീവിത മരിച്ചിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി 19കാരിയായ പെൺകുട്ടി അതിക്രൂര പീഡനത്തിന് ഇരയായി പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ആ കുട്ടി മരിച്ചു എന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. പെൺകുട്ടി ക്രൂര പീഡനത്തിന് ഇരയായിരുന്നു. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെയെല്ലാം ചോദ്യം ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു. പോക്സോ അതിജീവിതയാണ്. പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. എറണാകുളം ചോറ്റാനിക്കര സ്വദേശിനിയാണ് പെൺകുട്ടി. 19 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ക്രൂര പീഡനത്തിന് ഇരയായിരുന്നു. ഇപ്പോൾ സഹിൻ ആൻ്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ആ പെൺകുട്ടിയുടെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാം. സ്വാതി, ഏറെ ദാരുണമായ അല്ലെങ്കിൽ ദയനീയമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായ പെൺകുട്ടിയുടെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്ന് ഞായറാഴ്ച മുതൽ പെൺകുട്ടിക്ക് അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. അതേ അവസ്ഥയിൽ തന്നെ പെൺകുട്ടി തുടരുകയായിരുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നതും. തലച്ചോറിലേക്ക് ഓക്സിജൻ്റെ അളവ് എത്തുന്നില്ല, അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതായിരുന്നു പെൺകുട്ടിയെ ചികിത്സിക്കുന്ന ഘട്ടം മുതൽ ഡോക്ടർമാർ പറഞ്ഞിരുന്നതും. ഓരോ ഘട്ടത്തിലും അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയായിരുന്നു പെൺകുട്ടി കടന്നുപോയത്. ഇപ്പോൾ സ്വാതി പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടിയുടെ മരണം അല്പനേരം മുൻപാണ് സ്ഥിരീകരിച്ചത്. ഇന്നലെ തന്നെ വെന്റിലേറ്ററിൻ്റെ സഹായം മാറ്റിയാൽ അതിൻ്റെ ജീവൻ നഷ്ടമാകുമെന്നുള്ള അറിയിപ്പ് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചിരുന്നു. അത് ഇന്ന് വെന്റിലേറ്ററിൻ്റെ സഹായം മാറ്റുകയായിരുന്നു. അതോടുകൂടിയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കേണ്ടതായി വന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദാരുണമായ രീതിയിൽ ക്രൂരമായ പീഡനമേറ്റ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി ആൺസുഹൃത്തായിട്ടുള്ള അനൂപ്, തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള അനൂപ് ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇയാൾ ആ പെൺകുട്ടിക്ക് മറ്റ് ആൺസുഹൃത്തുക്കൾ ഉണ്ടെന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ക്രൂരമായ പെൺകുട്ടിയെ മർദ്ദിച്ചത്. പല ഘട്ടങ്ങളിൽ മർദ്ദിച്ച് ഇയാളുടെ മർദ്ദനം സഹിക്കവയ്യാതെ ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഒടുവിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ ഷോൾ അറുത്ത് നിലത്തിടുകയും തുടർന്ന് പെൺകുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ പെൺകുട്ടി അബോധാവസ്ഥയിലായതാണ്. അതോടുകൂടി പെൺകുട്ടി മരിച്ചു എന്ന് ഉറപ്പിച്ച് അല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതി ഇയാൾ ചാടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് 3 മണിയോടുകൂടിയാണ് പെൺകുട്ടിയുടെ അമ്മയുടെ അനുജത്തി ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനായി എറണാകുളത്ത് എത്തുകയും പിന്നീട് അവിടെ നിന്ന് ആ കുടുംബത്തിലേക്ക് ഈ സഹോദരിയെ കാണുന്നതിന് വേണ്ടി അവിടെ എത്തുകയും ചെയ്തത്. അപ്പോൾ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അടഞ്ഞു കിടന്ന വീട്ടിൽ പിൻവശത്തു കൂടി അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു മുറിയിൽ അർദ്ധനഗ്നയായി പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടത്. അവിടെ നിന്നും അയൽവാസികളെല്ലാം വിളിച്ചു ചേർത്തായിരുന്നു ആ പെൺകുട്ടിയെ പോലീസിൻ്റെ സഹായത്തോടുകൂടി ആദ്യം തൃപ്പൂണിത്തുറ ആശുപത്രിയിലാണ് എത്തിച്ചത്. തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ നിന്നും പിന്നീട് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോകുകയുമാണ് ചെയ്തത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിയത് മുതൽ പെൺകുട്ടിക്ക് ബോധമില്ലായിരുന്നു. ഇതുവരെയും ഈ മരണം സ്ഥിരീകരിക്കുന്നവരെയും ആ പെൺകുട്ടിക്ക് ബോധം തിരികെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടിയിരുന്ന ഒരു കാര്യവും. കാരണം ആൺസുഹൃത്ത് അതിക്രൂരമായാണ് ആ പെൺകുട്ടിയെ മർദ്ദിച്ചത്. ശരീരമാസകലം മർദ്ദിച്ചിരുന്നു. ഈ ചുറ്റിക കൊണ്ടുവരെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ അടിച്ചിരുന്നു. ആ ചുറ്റികയും ഒപ്പം തന്നെ ഈ ഷാൾ അറുത്തിടാൻ ഉപയോഗിച്ച കത്തിയുമെല്ലാം ഇന്നലെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇയാളെ ഇന്നലെ തെളിവെടുപ്പിനായി കൊണ്ടുവരികയും ചെയ്തിരുന്നു. 2 വർഷം മുൻപാണ് ഈ ആൺസുഹൃത്ത് അനൂപിനെ ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട നാൾ മുതൽ ഇയാൾ ആ പെൺകുട്ടിക്ക് ലഹരി മരുന്ന് നൽകിയിരുന്നു. അങ്ങനെ ലഹരി കൊടുത്ത് ആ പെൺകുട്ടിയെ അടിമയാക്കുകയാണ് ചെയ്തത്. അതിനുശേഷമായിരുന്നു പല ഘട്ടങ്ങളിലായി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇയാൾ വരാൻ ശ്രമിച്ചത്. അപ്പോഴെല്ലാം ഈ പെൺകുട്ടിയുടെ അമ്മ അതിനെ എതിർത്തിരുന്നു. ആ ഘട്ടങ്ങളിൽ അമ്മയെ വകവരുത്താൻ ഇയാൾ ശ്രമിച്ചു. മാത്രമല്ല ലഹരി മരുന്നിന് കാശ് കൊടുക്കാത്ത സമയങ്ങളിൽ അമ്മയെ പെൺകുട്ടിയും ഒപ്പം തന്നെ ഈ
ആൺ സുഹൃത്തും ചേർന്ന് മർദ്ദിക്കുന്ന നിലയിലേക്കൊക്കെ വന്നപ്പോഴാണ് അമ്മ അവിടെ നിന്നും മാറേണ്ടി വന്നത്. ജീവനിൽ ഭയമുണ്ടായതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടേണ്ടി വന്നത്. എന്തായാലും ആ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടി 1.5 വയസ്സുള്ളപ്പോഴാണ് ആ പെൺകുട്ടിയെ ഈ കുടുംബം ഏറ്റെടുത്തത്. അവർക്ക് ഈ അച്ഛനും അമ്മയ്ക്കും 1.5 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടിയെ ലഭിക്കുന്നത്. പിന്നീട് അവരെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അറിയിക്കാതെയായിരുന്നു ഈ കുടുംബം നന്നായി വളർത്തിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയായിരുന്നു. നന്നായി വിദ്യാഭ്യാസമൊക്കെ നേടിക്കൊടുക്കണമെന്ന് വിചാരിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുട്ടി. അതിനെയാണ് ഈ ലഹരി കൊടുത്ത് ലഹരിക്ക് അടിമയാക്കി ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂര കൊലപാതകം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് ഇയാൾ പറയുമ്പോഴും ആ വാക്കുകളൊന്നും നമ്മൾക്ക് അല്ലെങ്കിൽ പോലീസിനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടുത്താതിരുന്നത്. ഒപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത വധശ്രമത്തിനാണ് അന്ന് പോലീസ് കേസെടുത്തത്. പക്ഷേ ഇപ്പോൾ പോലീസിന് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിക്കേണ്ടതായി വരും. പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അത് പോക്സോ അതിജീവിതയായതുകൊണ്ട് തന്നെ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാത്തത്. പക്ഷേ നമ്മളെ എല്ലാം വിഷമത്തിലാക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നതും. ഒരു ഉന്നതങ്ങളിൽ എത്തേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ ചില ആളുകൾ ലഹരി മരുന്ന് കൊടുത്ത് അടിമയാക്കുകയും പിന്നീട് ആ കുട്ടിയെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയും ചെയ്തത്. ചുറ്റിക അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ശനിയാഴ്ച രാത്രി മുതൽ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അത് അങ്ങനത്തെ മൊഴി തന്നെയാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച മുതൽ ഈ കുട്ടി അബോധാവസ്ഥയിൽ കഴിയുകയാണ്. മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവന്നത് മുതൽ അബോധാവസ്ഥയിൽ കഴിയുകയാണ്. എന്തായാലും ഈ കുട്ടിയുടെ മരണം അല്പനേരം മുൻപാണ് ആശുപത്രി സ്ഥിരീകരിച്ചത്. ശരി, സഹിൻ ചോറ്റാനിക്കര പീഡനത്തിലെ പോക്സോ അതിജീവിത മരിച്ചിരിക്കുന്നു. 19-കാരിയായ പെൺകുട്ടിയുടെ സുഹൃത്ത് അനൂപിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പ്രതി അനൂപിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ അവശ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. തലച്ചോറിനടക്കം ക്ഷതം ഏറ്റ് വളരെ ഗുരുതരമായി പരിക്കേറ്റതിന് ശേഷമാണ് ഇവരെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഇപ്പോൾ പ്രതി പോലീസിൻ്റെ റിമാൻഡിലാണ്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വരുന്ന വിവരം. സഹിൻ ആൻ്റണിയാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹിൻ, ഈ അതിക്രൂര പീഡനത്തിന് പെൺകുട്ടി ഇരയായി എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള പീഡനം ഒക്കെയാണ് ആ പെൺകുട്ടി അനുഭവിച്ചത്. തലച്ചോറിനടക്കം ക്ഷതമേറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഈ ഒരു പ്രതിയുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? സ്വാതി വലിയ ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ. കാരണം 3 കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നു. അത് 2 അടിപിടി കേസും 1 NDPS കേസുമാണ്. ലഹരി മരുന്ന് വിൽപ്പന നടത്തിയതിൽ പിടിയിലായിട്ടുള്ള ഒരാൾ 52 ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇയാൾ വലിയ ക്രിമിനൽ തന്നെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ പെൺകുട്ടികളെ വശീകരിച്ച് അവർക്ക് ലഹരി മരുന്ന് കൊടുത്ത് അവരെ അടിമയാക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും നിരവധി ചിത്രങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇയാളൊരു സൈക്കോയെ പോലെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്ന. ആ പെൺകുട്ടിക്ക് 30 ലക്ഷം രൂപ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ അടുത്ത വർഷം കിട്ടുമായിരുന്നു. ആ പണം തട്ടിയെടുക്കാനുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ പെൺകുട്ടിയുടെ അമ്മയെ വകവരുത്തി ആ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഇയാൾ നടത്തിയിരുന്നത്. എന്തായാലും ആ പെൺകുട്ടിയെ ഇയാൾ അടിമയാക്കി, ലഹരി മരുന്ന് കൊടുത്ത് അടിമയാക്കിയ ശേഷമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ഇയാൾ ആ വീട്ടിലെത്തുന്നു. ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിനിടയിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇയാൾ നിർബന്ധിക്കുന്നു. അത് എതിർത്തതിനെ വീണ്ടും മർദ്ദിക്കുന്നു. അങ്ങനെ ഇയാളുടെ മർദ്ദനം സഹിക്കവയ്യാതെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനിടയിൽ അയാൾ ഷാളർത്ത് നിലത്തിട്ട് ഒച്ച വയ്ക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ പിന്നീട് മൂക്കും വായും ഒരുമിച്ച് പൊത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ആ കുട്ടിയുടെ ബോധം നഷ്ടമാകുന്നു. ബോധം നഷ്ടമായതോടുകൂടി ഇയാൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് വെള്ളം എടുത്ത് തളിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് അവരുടെ വസ്ത്രമെല്ലാം ഊരി മാറ്റുകയും ചെയ്യുന്നുണ്ട്.
പറയുന്നുണ്ട്. അർദ്ധനഗ്നയായാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ കണ്ടെത്തിയത്. എന്തായാലും കുട്ടിയുടെ മരണം അല്പനേരം മുൻപ് ആശുപത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു. നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ പോക്സോ അതിജീവിതയായതുകൊണ്ടാണ് എനിക്ക് ഈ കുട്ടിയെക്കുറിച്ച് മറ്റൊന്നും പറയാൻ കഴിയാത്തത്. പക്ഷേ സമൂഹത്തിൽ വലിയൊരു നിലയിൽ എത്തേണ്ടിയിരുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. ലഹരി മരുന്ന് കൊടുത്ത് ആ കുട്ടിയെ നശിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇത്തരം ക്രിമിനലുകൾ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും എല്ലാം കേന്ദ്രീകരിച്ച് അവരെ ഏതെങ്കിലും രീതിയിൽ വശീകരിച്ച് ലഹരി മരുന്ന് കൊടുത്ത് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ചോറ്റാനിക്കരയിൽ പീഡനത്തിനിരയായി മരണപ്പെട്ട ഈ 19കാരി മാറുന്നു എന്നുള്ളതാണ് സ്വാതി ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതുതന്നെയാണ്, ചോറ്റാനിക്കരയിൽ അതിക്രൂര പീഡനത്തിന് ഇരയായ 19കാരി ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്.